ഷിയാൻഷിയുടെ മരണശേഷം ആ സിറ്റിയിലെ ആളുകൾക്ക് ഒരു വിചിത്ര രോഗം ബാധിച്ചിരുന്നല്ലോ. അതിൻ്റെ മരുന്ന് അന്വേഷിച്ചിറങ്ങിയ ഷെൻഡു ആദ്യം പോയത് ഷിയാൻഷി താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ഷിയുവിൻ്റെ ചിത്രത്തിന് പുറകിലായി അവന് നൽകാനായി എന്തോ വെച്ചിട്ടുണ്ട് എന്ന് ഷിയാൻഷി മരിക്കുന്നതിന് മുമ്പ് അവനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അവൻ അത് അന്വേഷിച്ചാണ് അങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് അവനത് കണ്ടെടുക്കുന്നുണ്ട്. പക്ഷേ അത് കയ്യിലേക്ക് എടുത്ത സമയത്ത് തന്നെ അവിടെ എത്തിയ ഷെൻഹുവോ അവന് നേരെ ഒരു ആക്രമണം നടത്തുന്നു. ഷെൻഡു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നത് ഷെൻഹുവോയുടെ അതേ രൂപത്തിലുള്ള ആളാണെങ്കിലും അത് ഷെൻഹുവോ അല്ല എന്ന് ഷെൻഡുവിന് മനസ്സിലാവുന്നുണ്ട്. എന്നോട് ഒരു തവണ ഫൈറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഫൈറ്റിംഗ് സ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ മറക്കാറില്ല. ഷെൻഹുവോയും ഞാനും തമ്മിൽ പലതവണ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഷെൻഹുവോ അല്ല എന്ന് എനിക്കറിയാമെന്ന് ഷെൻഡു പറയുന്നുണ്ട്. അവൾ അതിന് മറുപടിയൊന്നും നൽകുന്നില്ല. പകരം കൈവശമുണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് കാണിച്ചിട്ട് ഇപ്പോൾ സിറ്റിയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന ആ അസുഖത്തിനുള്ള മരുന്നാണ് അതെന്ന് അവനോട് പറയുന്നു. മാത്രമല്ല അവനത് നൽകാൻ തയ്യാറല്ല. അവന് മിടുക്കുണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനും അവൾ വെല്ലുവിളിക്കുന്നുണ്ട്. അവനത് തട്ടിയെടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി അവൾ അത് കയ്യിൽ നിന്ന് മുകളിലേക്ക് എറിയുന്നു. എന്നിട്ട് അത് പിടിക്കാനായി അവളും ചാടുന്നുണ്ട്. ഒപ്പം തന്നെ ഷെൻഡുവും ചാടുന്നു. അവളെ തട്ടിമാറ്റി ഷെൻഡു തന്നെയാണ് അത് കയ്യിൽ പിടിച്ചത്. പക്ഷെ അത് കയ്യിലേക്ക് പിടിച്ച സമയത്ത് അവൻ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. അതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അവൻ കാരണം ഷെൻഹുവോയ്ക്ക് നന്നായി പരിക്കേറ്റിരുന്നു. ഈ മരുന്ന് ശരിക്കും ഉള്ളത് തന്നെയാണോ എന്ന് ഷെൻഡു മണത്ത് നോക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. അതിനുള്ളിലുള്ളത് ഒറിജിനൽ തന്നെയാണ് എന്ന് അത് കണ്ടപ്പോൾ അവൾ പറയുന്നു. അങ്ങനെ ഷെൻഡു അത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ആ ബോട്ടിലിന് മുകളിലുണ്ടായിരുന്ന വിഷം ഇപ്പോൾ തന്നെ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ആർക്കും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഷെൻഹോ അവനോട് പറഞ്ഞത്. ആ വിഷം പതുക്കെ പതുക്കെ അവന്റെ ബ്ലഡിലേക്ക് സ്പ്രെഡായി അവന്റെ ശരീരം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മരവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ആർക്കും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ അവസാനം അവൻ മരിക്കുക തന്നെ ചെയ്യും എന്നവൾ അറിയിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഷെൻഡുവിന് അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നുണ്ട്. ശരിക്കും വിഷം ഉള്ളിൽ കടന്നിരിക്കുന്നു എന്ന് അവനും മനസ്സിലാവുന്നു. അവന്റെ ഞരമ്പുകളിലൂടെ അത് സ്പ്രെഡ് ആവുന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുന്നു. ഷിയാൻഷി അവനായി ബാക്കി വെച്ചിട്ട് പോയ പെട്ടി ഷെൻഹു അവിടെ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുന്നത് കണ്ട് ഷെൻഡു അവളെ ആക്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ ഡ്രസ്സിൽ സൂക്ഷിച്ചിരുന്ന എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നു. അവളത് ശ്രദ്ധിക്കുന്നില്ല. അവളുടെ കണ്ണിൽ പെടാതെ ഷെൻഡു അത് കുറച്ച് തട്ടി ദൂരത്തേക്ക് മാറ്റിയിടുകയും ചെയ്യുന്നു. അവന്റെ ആക്രമണത്തിൽ ഷെൻഹുവയ്ക്ക് കുറച്ച് പരിക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് അവൾ റിയാക്ട് ചെയ്തത്. അവൾ ഇങ്ങനെ തനിക്ക് നേരെ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ശരിക്കും അവൾ മാത്രമല്ല കൊട്ടാരത്തിലുള്ള ആരോ ആണ്. അയാളുടെ ശരിക്കുള്ള ഉദ്ദേശം ഇങ്ങനെ ഷെൻഹുവോയുടെ സെക്റ്റ് പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ രാജ്യം തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഷെൻഹു അപ്പോൾ പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ അധികം ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഷെൻഹുവ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് അവനെ അന്വേഷിച്ച് യാൻഷിങ്ങും ജിങ്ലിനും കൂടി അങ്ങോട്ടേക്ക് വരുന്നതിന്റെ ശബ്ദം അവർ കേട്ടത്. പുറത്തുനിന്ന് അവർ അവരെ വിളിക്കുന്നുണ്ട്. അവർക്ക് നേരെ ഷെൻഹുവ ആക്രമണം നടത്താൻ തയ്യാറെടുക്കുന്നു. യാൻഷിങ് ആണ് ആദ്യം വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. അങ്ങനെ യാൻഷിങ്ങിന് നേരെ അവൾ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും ഷെൻഹു വേഗം ആ സ്ഥാനത്തേക്ക് പാഞ്ഞെത്തി യാൻഷിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ അവർ ഷെൻഹുവയുടെ ആക്രമണം ആ സമയത്ത് ഏൽക്കുന്നത് അവനാണ്. അത് അവന്റെ പരിക്കിന്റെ ആഴം ഒന്നുകൂടി കൂട്ടുന്നു. ഷെൻഹുവോ ഈ തക്കത്തിന് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആ ബോക്സും എടുത്തുകൊണ്ട് രക്ഷപ്പെടുന്നു. ഇപ്പോൾ ഷെൻഹുവോ യാൻഷിങ്ങിന് നേരെ പ്രയോഗിച്ചത് ഒരു വിഷം തന്നെയായിരുന്നു. അതും കൂടി ഏറ്റതോടെ ഷെൻഹുവിന്റെ മട്ട് ആകെ മാറുന്നുണ്ട്. മനസ്സിന്റെ നിയന്ത്രണം തെറ്റിയതുപോലെ അവൻ ജിങ്ലിനെ തള്ളി ദൂരേക്ക് എറിഞ്ഞിട്ട് യാൻഷിങ്ങിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ കൊല്ലാൻ തുടങ്ങുന്നു. ശ്വാസം കിട്ടാതെ പിടയുന്നതിനിടയിലൂടെ യാൻഷിങ് കഷ്ടപ്പെട്ടവന്റെ പേര് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും അവൻ പിടിവിടാൻ തയ്യാറാവുന്നില്ല. അവൾ നിസ്സഹായതയോടെ കുറെ തവണ അവന്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തവണ ഷെൻഹുവിന് ബോധം തിരികെ വരുന്നു. അങ്ങനെ അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിലെ പിടിവിടുന്നുണ്ട്. അതുകൊണ്ട് മാത്രം യാൻഷിങ് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും ഷെൻഹു ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നുണ്ട്. യാൻഷിങ്ങും ജിൻലിനും കൂടി അവനെ തിരികെ താമസ സ്ഥലത്ത് എത്തിക്കുന്നു. അവിടെയുള്ള ഒരു വൈദ്യൻ വന്ന് അവനെ പരിശോധിക്കുന്നു മുതൽ. പക്ഷേ ഇന്ന് വരെ പരിചയമില്ലാത്ത ഏതോ ഒരു വിഷം അവനെ ബാധിച്ചിരിക്കുകയാണ്. എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇന്ന് നൽകേണ്ടതെന്ന് തനിക്കറിയില്ല. അവന്റെ ആരോഗ്യനില അപകടത്തിലാണ് എന്നൊക്കെ അറിയിച്ചിട്ട് വൈദ്യൻ തിരികെ പോകുന്നു. അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നറിഞ്ഞ യാൻഷിങ് ആകെ വിഷമത്തിലാവുന്നുണ്ട്. അവൾ കരയാൻ തുടങ്ങുന്നു. പക്ഷേ കരച്ചിലിനിടയിലും ഈ വൈദ്യൻ പറഞ്ഞതുപോലെ അവന് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് കഴിയാവുന്നത്ര താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ അവന്റെ അക്യൂ പോയിന്റ്സ് എല്ലാം മരവിപ്പിക്കുന്നുണ്ട്. കുറച്ചൊക്കെ മെഡിസിൻ അവൾക്കും അറിയാമല്ലോ. അങ്ങനെ അവൾ ചെയ്തത് കാരണം തൽക്കാലം ഷെൻഡുവിന്റെ ജീവൻ അപകടത്തിലാവില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് അവനുള്ള മറുമരുന്ന് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് പാഞ്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വിഷമല്ല, ഇങ്ങനെയുള്ള വിഷമൊക്കെ വെസ്റ്റേൺ റീജിയൻസിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ വരെ പോയി ഇതിനെന്തെങ്കിലും മറുമരുന്ന് കിട്ടുമോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പാഞ്ചി അറിയിക്കുന്നു. യാൻഷിങ് കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും വെസ്റ്റേൺ റീജിയൻസും നമ്മുടെ രാജ്യവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് ഇവിടെ നിന്നുള്ളവരെ അവിടെയുള്ളവർ വെൽക്കം ചെയ്യുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നത് അപകടമാണ്. എനിക്ക് ആ സ്ഥലവുമായി നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മരുന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് പാഞ്ചി തനിച്ച് പോവാൻ തയ്യാറെടുക്കുന്നു. ജിൻലിനും സഹായത്തിനായി കൂടെ ചെല്ലാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഷെൻഡു ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരാളുടെ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അതിനുവേണ്ടി അവൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പാഞ്ചി പറയുന്നുണ്ട്. അങ്ങനെ പാഞ്ചി തനിച്ചാണ് പോവാൻ തീരുമാനിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ വേഷം മാറിയാണ് പാഞ്ചി അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവൻ ആ സിറ്റിയിൽ എത്തിയ സമയത്ത് തന്നെ ഒരാൾ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ എന്തോ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങുന്നുണ്ട്. അവൻ അതിന് തയ്യാറാവാതിരുന്നപ്പോൾ
ഒരു കത്തി കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയ ശേഷം എന്തോ പൊടി ഉപയോഗിച്ച് അവനെ മയക്കി അയാൾ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. ഷെന്തുവിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന വിഷത്തിനുള്ള മരുന്ന് എന്താണെന്ന് അറിയില്ലെങ്കിലും യാൻഷിങ് തനിക്ക് അറിയാവുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കി അവന് നൽകാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അവൻ വാ തുറക്കുകയോ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല. കുറെ തവണ മരുന്ന് അവനെ കുടിപ്പിക്കാൻ ശ്രമിച്ച ശേഷം ആകെ നിരാശയായി അവൾ അവന്റെ അടുത്തിരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷെന്തുവിന്റെ കണ്ടീഷനിൽ യാതൊരു മാറ്റവുമില്ല. യാൻഷിങ് ഇപ്പോഴും അവന്റെ അക്യൂപോയിൻസിൽ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവന്റെ ജീവൻ ഇതുവരെ അപകടത്തിലായിട്ടില്ല. പക്ഷെ അവൻ ഉണർന്നെഴുന്നേൽക്കുന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ജിംഗ്ലിന്റെയും പ്രതീക്ഷ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനും ആകെ വിഷമത്തിലാവുന്നു. ഷെന്തു ഇങ്ങനെ കിടപ്പിലായ ശേഷം യാൻഷിങ് ഇതുവരെ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. ഏയുൻ ഓരോ തവണയും അവൾക്കുള്ള ഫുഡ് റെഡിയാക്കി അകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവൻ അതേപോലെ തന്നെ അതുമായി തിരികെ വരികയാണ്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും അവൾ ഷെന്തുവിന് വേണ്ടി അക്യൂപഞ്ചർ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഫുഡൊന്നും കഴിക്കുന്നില്ല, ബെഡിനടുത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല എന്നൊക്കെ ഏയുൻ ജിംഗ്ലിനോട് പറയുന്നുണ്ട്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ അവളും തളർന്നു വീഴാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുന്നതിനാൽ ജിംഗ്ലിൻ തന്നെ ഫുഡുമായി അവളുടെ അടുത്തേക്ക് ചെന്ന് അതിൽ നിന്ന് കുറച്ചെങ്കിലും കഴിക്കാൻ അവളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ ഷെന്തു ഉണരുന്നത് വരെ എനിക്കൊന്നും സംഭവിക്കില്ല, അതുവരെ ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് യാൻഷിങ് എതിർക്കുന്നു. ഈ സമയത്താണ് പാഞ്ചി തിരിച്ചു വരുന്നത്. അവനെ കണ്ടപ്പോൾ യാൻഷിങ് പ്രതീക്ഷയോടെ ഓടിച്ചെന്ന് മരുന്ന് കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നു. പാഞ്ചിയുടെ ഒപ്പം ഒരു പെൺകുട്ടിയും കൂടി വന്നിരുന്നു. മരുന്നിന്റെ കാര്യം ചോദിച്ചപ്പോൾ പാഞ്ചി അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവൻ മരുന്ന് അന്വേഷിച്ചു പോയ ജിൻവു ട്രൈബിലെ സെയിന്റസ് ആയിട്ടുള്ള സുഗാങ് ആയിരുന്നു അത്. മുമ്പ് ഒരു ക്ഷേത്രത്തിൽ നാഗകന്യക എന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് 2 പേർ തട്ടിപ്പ് നടത്തിയിരുന്നല്ലോ. അന്ന് ആ പെൺകുട്ടിയെ പാഞ്ചി രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുപോയി വിട്ടിരുന്നല്ലോ. ശരിക്കും ആ പെൺകുട്ടിയാണ് ഈ സുഗാങ്. പാഞ്ചി തങ്ങളുടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ അവൾ തന്റെ അസിസ്റ്റന്റിനോട് അവനെ തന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു ആവശ്യപ്പെട്ടത്. അതിനായിരുന്നു അയാൾ അവനെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ തട്ടിക്കൊണ്ടുവന്നതിന് അവൾ അയാളെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം പാഞ്ചിയുടെ അടുത്ത് നിന്ന് അവനെ വിളിച്ചുണർത്തി താൻ ആരാണ് എന്നുള്ള കാര്യം അവനോട് പറയുന്നു. സുഗാങ്ങിന് അവരുടെ ട്രൈബിൽ ഉപയോഗിക്കുന്ന വിഷത്തെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഷെന്തുവിന്റെ അടുത്ത് ചെന്നിരുന്ന് അവനെ പരിശോധിക്കുന്നുണ്ട്. എന്ത് വിഷമാണ് അവന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി അവൾ അവരോട് പറയുന്നു. ആ വിഷം അങ്ങനെ പുറത്താർക്കും അറിയാവുന്നതല്ല, അവിടുത്തെ ട്രൈബിലെ സെയിന്റസിന് മാത്രം അറിയാവുന്ന ഒരു വിഷമാണ്. അതെങ്ങനെയാണ് ഷെൻഹുവയുടെ സെക്റ്റിലുള്ളവർ അറിഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഈ വിഷത്തിന് വളരെയധികം കാഠിന്യം കൂടിയതുകൊണ്ട് ഇത് ഞങ്ങളുടെ ട്രൈബിൽ നിരോധിച്ചിരുന്നതാണ്. പക്ഷേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ട്രൈബിന്റെ സെയിന്റസിനെ കാണാതെ ആയിരുന്നു. അവർ എങ്ങോട്ടാ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അവരെ പറ്റി ആർക്കും അറിയില്ല എന്നൊക്കെ സുഗാങ് അവരോട് പറയുന്നു. ആ സെയിന്റസ് ആയിരിക്കണം ഷെൻഹുവയുടെ സെക്റ്റിലുള്ളവർക്ക് ഈ വിഷയത്തെ പറ്റി പറഞ്ഞു കൊടുത്തത് എന്ന് പാഞ്ചി അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെ ദുഷ്ടന്മാർക്കൊപ്പം ചേർന്ന് ഞങ്ങളുടെ സെയിന്റസ് പ്രവർത്തിക്കില്ല എന്നൊക്കെ സുഗാങ് പറയുന്നു. യാൻഷിങ്ങിന് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ ഷെന്തുവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇതിനുള്ള മറുമരുന്ന് അവളുടെ കൈവശമുണ്ടോ എന്ന് യാൻഷിങ് അന്വേഷിക്കുന്നു. അതിനുള്ള മരുന്ന് സുഗാങ്ങിന്റെ കൈവശമുണ്ടായിരുന്നു. അവൾ അത് പുറത്തെടുക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഷെന്തുവിന്റെ കണ്ടീഷനെ പറ്റി പാഞ്ചി പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതുകൊണ്ട് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ഞാൻ ഈ മരുന്ന് റെഡിയാക്കി കൊണ്ട് വന്നതാണ്. ഇത് ഈ വിഷയത്തിന് പ്രയോജനപ്പെടും എന്നൊക്കെ സുഗാങ് പറയുന്നുണ്ട്. യാൻഷിങ് സന്തോഷത്തോടെ അവൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അത് വാങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സുഗാങ് അത് തിരികെ പിടിക്കുന്നു. അതിനുശേഷം പാഞ്ചിയോടായി ഒരു തവണ നീ എന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ടാണ് നീ ഇപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിന്റെ കൂടെ വന്നത്. അത് എന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമാണ് എന്ന് കരുതാം. പക്ഷേ ഈ മരുന്ന് അക്കൂട്ടത്തിൽ വരുന്നതല്ല. ഇത് നൽകണമെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ട മറ്റേ കാര്യം സാധിച്ചു തരാൻ തയ്യാറാവണമെന്ന് സുഗാങ് അവനോട് പറയുന്നു. പാഞ്ചി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ വാക്ക് പാലിക്കാമെന്ന് പറഞ്ഞപ്പോൾ സുഗാങ് സന്തോഷത്തോടെ ആ മരുന്ന് യാൻഷിങ്ങിന് നൽകുന്നു. എന്ത് ഡീലാണ് അവർക്കിടയിലുള്ളതെന്ന് ഇപ്പോൾ അറിയില്ല. യാൻഷിങ് വേഗം ആ മരുന്ന് വാങ്ങിയത് ഷെന്തുവിനെ കഴിപ്പിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഷെന്തുവിന്റെ നില ഓക്കെ ആവുമെന്ന് പറയുന്നതിനാൽ യാൻഷിങ് അവന്റെ കൂടെ തന്നെ ഇരിക്കുന്നു. അവന്റെ അടുത്തിരുന്ന് അവളുടെ പുറത്തേക്ക് ചാഞ്ഞു കിടന്ന് അവൾ മയങ്ങി പോകുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അവൻ അനങ്ങുന്ന ശബ്ദം കേട്ട് അവൾ ഉണരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഷെന്തു കണ്ണു തുറക്കുന്നുണ്ട്. യാൻഷിങ്ങിന് ശരിക്കും സന്തോഷമാവുന്നുണ്ടെങ്കിലും ആ അവസ്ഥയിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അല്ലേ, എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു എന്നൊക്കെ ഷെന്തു അവളോട് പറയുന്നുണ്ട്. ഇനി നീ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകും എന്നൊക്കെ യാൻഷിങ് കളിയായി അവനോട് പറയുന്നുണ്ട്. ഷെന്തു അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിന് ശേഷം അവളുടെ മുഖം തന്റെ മുഖത്തിനടുത്തേക്ക് ചേർക്കുന്നുണ്ട്. ഈ സമയത്താണ് ജിംഗ്ലിനും ഏയുനും കൂടി യാൻഷിങ്ങിനുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ഇരിപ്പ് കണ്ട് ജിംഗ്ലിൻ അവരെ ശല്യപ്പെടുത്താതെ വേഗം ഏയുനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഷെന്തു ഉണർന്നുവെന്ന് ഏയുൻ ശരിക്കും കണ്ടിരുന്നില്ല. ജിംഗ്ലിൻ പറഞ്ഞപ്പോഴാണ് അവനെ കാര്യം അറിയുന്നത്. അതുകൊണ്ട് വേഗം ഷെന്തുവിനെ കാണാനായി അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് തിരികെ വിളിച്ച് ഏയുനെയും കൊണ്ട് ജിംഗ്ലിൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്താണ് പാഞ്ചി അങ്ങോട്ടേക്ക് വന്നത്. അവനും മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ യാൻഷിങ് ഷെന്തുവിനോട് അവനെ ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാനിടയാവുന്നു. അത് കാരണം പാഞ്ചിയും അകത്തേക്ക് കയറുന്നില്ല. യാൻഷിങ്ങിന്റെ സംസാരത്തിൽ നിന്ന് അവളിപ്പോൾ ഷെന്തുവിനെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പാഞ്ചിക്ക് മനസ്സിലാവുന്നു. അത് അവനെ കുറിച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. ഷെന്തുവിന്റെ ആരോഗ്യനില ഓക്കെ ആയതോടെ അവൻ ബെഡിൽ നിന്നൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. യാൻഷിങ് അവനെ അടുത്ത് പിടിച്ചിരുത്തി അവന്റെ പൾസ് ചെക്ക് ചെയ്യുന്നു. പൾസ് ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാകും. കുറച്ച് ദിവസങ്ങളായി അവൾ അനുഭവിക്കുന്ന ടെൻഷൻ ഷെന്തുവിന് ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്ത് ചെന്നിരുന്ന് അവളുടെ ഷോൾഡർ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അവന്റെ അസുഖം ഭേദമായി അവൻ
അവൻ ആരോഗ്യനില വീണ്ടെടുത്ത വിവരം പുറത്തൊന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ അവൻ ജിങ്ലിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മരണത്തോട് മല്ലിടുകയാണ് എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ സിറ്റിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ ഷെൻഹുവോയുടെ ചാരന്മാർ വഴി അവളും ഈ വിവരം അറിയുന്നു. ഷെന്തു മരിച്ചു കഴിയുമ്പോൾ ഇങ്ഷു മുഴുവനായി തന്റെ കൺട്രോളിലാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഷെൻഹുവോ. ഷെൻഹുവോയുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സഞ്ചി താഴെ വീണ് കിട്ടിയിരുന്നല്ലോ. അതിനുണ്ടായിരുന്ന സാധനം എന്താണ് എന്ന് ഇപ്പോൾ ഷെന്തുവും യാൻഷിങ്ങും കൂടി പരിശോധിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രം ആ സിറ്റിയിലൊക്കെ കാണപ്പെടുന്ന സിന്നബാർ ആയിരുന്നു അത്. അതിന്റെ ഖനനം രാജ്യം നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഈ സാധനം ഷെൻഹുവോയ്ക്ക് ഒരു മുടക്കവുമില്ലാതെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഖനികളിലുള്ളവരെയൊക്കെ അവരെ ഓൾറെഡി കൺട്രോളിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ സിന്നബാർ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ബോഡി അത്ര പെട്ടെന്ന് ചീഞ്ഞു പോവുകയില്ല. ഇതായിരിക്കണം ഷെൻഹുവോയുടെ സെക്ടറിലുള്ളവർ കുറെ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ അവർ ഗസ് ചെയ്തെടുക്കുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്താരോ വരുന്നത് പോലെ ഷെൻഹുവിന് ഫീൽ ചെയ്യുന്നു. അവന്റെ സംശയം ശരിയായിരുന്നു. ഷെൻഹുവോയുടെ സെക്ടറിലുള്ളവർ അവന് ശരിക്കും അസുഖം ബാധിച്ച് മരണത്തോട് മല്ലിട്ട് കിടക്കുക തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിയതായിരുന്നു. അവരുടെ ഉദ്ദേശം അതായിരിക്കുമെന്ന് ഷെൻഹുവിന് മനസ്സിലാവുന്നതിനാൽ യാൻഷിങ്ങിനോട് കരയാൻ അവൻ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൾക്ക് കരച്ചിൽ വരുന്നില്ല. അവസാനം അവൻ അവളുടെ കവിളിൽ നുള്ളി വേദനിപ്പിച്ചാണ് അവളെ കൊണ്ട് കരയിച്ചത്. യാൻഷിങ്ങിന് ശരിക്കും വേദനിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൻ വേഗം അവളുടെ കവിൾ തടവി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഷെൻഹുവോയുടെ സെക്ടിലെ 3-4 പേർ അവിടെ ആക്രമണത്തിനായി എത്തുന്നുണ്ടെങ്കിലും അവരെ വളരെ പെട്ടെന്ന് തന്നെ ജിങ്ലിനും സംഘവും വളയുന്നു. ശരിക്കും ഇങ്ങനെ അവർ അവിടേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഷെന്തുവിന്റെ അസുഖം ഭേദമായില്ല എന്നൊരു ന്യൂസ് അവർ സ്പ്രെഡ് ചെയ്തത് തന്നെ. അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഷെൻഹുവോയും അവർക്കിടയിലേക്ക് എത്തുന്നു. ഷെൻഹുവോയും ജിങ്ലിനും നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജിങ്ലിനെയും കൂട്ടരെയും മയക്കുന്നതിന് വേണ്ടി ഷെൻഹുവോ എന്തോ വിദ്യ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവുന്നില്ല. അധികം വൈകാതെ ഷെൻഹുവോയുടെ കൂട്ടാളികളെ മുഴുവൻ അവർ കൊന്നൊടുക്കുന്നു. അപ്പോഴേക്കും യാൻഷിങ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കൈവശമുണ്ടായിരുന്ന ഒരു പച്ചില അവളെ കാണിച്ചിട്ട് നിന്റെ വിദ്യകളൊന്നും ഇനി ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നു. ഷെൻഹുവോയുടെ മയക്കുവിദ്യയെ എതിർക്കാനുള്ള മരുന്നാണ് അത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് ഓൾറെഡി കഴിച്ചിരുന്നു. അതുകൊണ്ടാണ് ആരും ഇപ്പോൾ മയങ്ങി വീഴാതെ ഇരിക്കുന്നത്. ഷെൻഹുവോ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം അവർക്ക് നേരെ തട്ടി എറിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഷെന്തു അവിടെ പാഞ്ഞെത്തി പരിക്കേൽക്കാതെ യാൻഷിങ്ങിനെ രക്ഷിക്കുന്നു. മാത്രമല്ല ഷെൻഹുവോയെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. ഇതുവരെ കേട്ട വാർത്തകളൊക്കെ കള്ളമായിരുന്നു. ഷെന്തുവിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട് എന്ന് ഷെൻഹുവോ ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ഷെന്തുവും ഷെൻഹുവോയും തമ്മിൽ വീണ്ടും ഫൈറ്റ് ആവുന്നുണ്ട്. നല്ല ശക്തമായ ഒരു പോരാട്ടം തന്നെ അവിടെ നടക്കുന്നു. ഇത്തവണ ഷെൻഹുവോയ്ക്ക് കുറെ അധികം പരിക്കുകൾ പറ്റുന്നുണ്ട്. ഒരു തവണ ഷെന്തു അവളുടെ നെഞ്ചിന് നേരെ വാൾ കുത്തി ഇറക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്ന് അവന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. മുമ്പത്തെ ഷെൻഹുവോയുടെ ഹൃദയം വലതുഭാഗത്താണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇത് അങ്ങനെയല്ല, ഇവൾക്ക് ഹൃദയം ഇടത്ത ഭാഗത്ത് തന്നെയാണ് എന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ അത് നേരത്തെ താൻ ഫൈറ്റ് ചെയ്തിരുന്ന ഷെൻഹുവോ അല്ല എന്നുള്ള കാര്യം അവന് ഉറപ്പാവുന്നുണ്ട്. അവൻ അക്കാര്യം പറയുകയും ചെയ്യുന്നു. അവളുടെ ഒരു കയ്യിൽ വാളുകൊണ്ട് കുത്തി അവളെ ഭിത്തിക്ക് ചേർത്ത് നിർത്തി അവൻ മുഖംമൂടി അയച്ച് മാറ്റാൻ തുടങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും ഷെൻഹുവോ വേറെ എന്തോ വിദ്യ പ്രയോഗിച്ച് അവിടെ മുഴുവൻ തീ പടർത്തുന്നു. ഷെന്തു പിടിച്ചിരുന്ന വാളിന്റെ അറ്റത്തേക്ക് വരെ തീ റെഡ് ആയപ്പോൾ അവന് പിടിവിട്ട് പിന്മാറേണ്ടി വരുന്നു. ആ തക്കത്തിന് ഷെൻഹുവോ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അവളുടെ കൂടെ വന്നവരിൽ 1-2 പേരെ ജീവനോടെ തന്നെ ജിങ്ലിനും സംഘവും പിടികൂടിയിരുന്നു. അവരെ ജീവനോടെ തന്നെ രാജ്ഞിയുടെ മുമ്പിൽ എത്തിക്കണം. അതുകൊണ്ട് അവരെ നന്നായി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഷെന്തു ജിങ്ലിനെ പറഞ്ഞേൽപ്പിക്കുന്നു. ജിങ്ലിൻ അവരെയും കൊണ്ട് തടവറയിലേക്ക് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവർ സുഗാങ്ങിനെ കൊണ്ട് ആ തീ പിടിച്ച സ്ഥലം പരിശോധിപ്പിക്കുന്നു. അത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ അവരുടെ സെക്റ്റിലെ സെയിന്റസിനെ കുറിച്ച് തന്നെയാണ് സുഗാങ് ഇപ്പോഴും പറഞ്ഞത്. ഡെയ്സി എന്നാണ് ആ സെയിന്റസിന്റെ പേര്. അവർ ഇതുപോലെ വളരെ പെട്ടെന്ന് തീ പിടിക്കാൻ സഹായിക്കുന്ന ഒരു സാധനം ഡെവലപ്പ് ചെയ്തെടുത്തതിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ഒരു ഭിത്തി മാത്രമല്ല, വേണമെങ്കിൽ ഈ ഒരു വീട് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നൊക്കെ സുഗാങ് പറയുന്നു. അത് കേട്ടപ്പോൾ ഷെന്തുവിന് പെട്ടെന്ന് ഓർമ്മ വന്നത് തന്റെ അച്ഛന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തെ കുറിച്ചാണ്. അവിടെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ധാന്യപുര മുഴുവൻ കത്തി നശിച്ചത് അവന്റെ അച്ഛന്റെ അനാസ്ഥ കൊണ്ടാണ് എന്നൊരു ആരോപണം ആ സമയത്ത് ഉയർന്നിരുന്നു. പക്ഷെ അത്രയും വലിയൊരു ധാന്യപുര ഒരു ദിവസത്തിന്റെ പകുതി സമയം പോലും എടുക്കാതെ കത്തി നശിക്കണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സാധനം അന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഷെൻഹുവോയ്ക്ക് അതിലും പങ്കുണ്ടായിരുന്നിരിക്കണം എന്നൊക്കെ അവൻ ഇപ്പോൾ ചിന്തിക്കുന്നു. സെയിന്റസ് ഡെയ്സി ഏതോ ഒരാൾക്കൊപ്പം തങ്ങളുടെ സെറ്റ് വിട്ട് പോയതാണ്. പിന്നീട് അവളെക്കുറിച്ച് ഒരു വിവരങ്ങളും കേട്ടിട്ടില്ല. ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ സെക്റ്റിലുള്ളവർ നടത്തുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ പുറത്തുപോയി പ്രയോഗിച്ച് കഴിയുമ്പോൾ തങ്ങളുടെ സെക്റ്റിന് കൂടിയാണല്ലോ അതുകൊണ്ട് ചീത്തപ്പേരുണ്ടാവുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണമെന്നുള്ള ഒരു ലക്ഷ്യം തങ്ങൾക്കുള്ളതിനെ പറ്റിയൊക്കെ സുഗാങ് അവനോട് പറയുന്നു. അന്ന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ ഒരു ലെറ്റർ ഷെന്തു രാജ്ഞിക്ക് കൊടുത്തയക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് പാഞ്ചി അവനെ കാണാനായി അവന്റെ മുറിയിലേക്ക് വന്നത്. യാൻഷിങ്ങും ഷെന്തുവും പേരിന് മാത്രമുള്ള ഒരു കപ്പിളാണ്. അതുകൊണ്ട് വെറുതെ അവളെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അവളെ ഡിവോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാഞ്ചി അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അത് പറയാൻ അവൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല. വെറുതെ ആവശ്യമില്ലാത്തതിലൊക്കെ തലയിട്ട് നിന്റെ ആരോഗ്യം നശിപ്പിക്കരുത് എന്നൊക്കെ ഷെന്തു ഒരു വാണിംഗ് പോലെ അവനോട് പറയുന്നു. തങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പവുമില്ല എന്നും അവൻ പറയുന്നുണ്ട്. അവൻ അത്ര ഉറപ്പിച്ച് പറയുന്ന
പറയുന്നതുകൊണ്ട് തന്നെ പാഞ്ചി പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്നു. സുഗാങ്ങിനൊപ്പം സെയിന്റസ് ഡെയ്സിയെ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പാഞ്ചി. സുഗാങ് അവരുടെ ട്രൈബിലെ ഇപ്പോഴത്തെ സെയിന്റസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകളും കൂടെ കാണും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലോടെ വേണം അവൾക്കൊപ്പം പോവാൻ എന്നൊരു മുന്നറിയിപ്പ് ഷെൻഡു അവന് നൽകുന്നു. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരുന്നൊക്കെ തേടി പിടിച്ചുകൊണ്ട് വന്നത് അവനാണല്ലോ, അതിനുള്ള ഒരു കരുതൽ പോലെയാണ് ഷെൻഡു അത് പറഞ്ഞത്. എന്തായാലും പാഞ്ചി അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിലും അവനൊരു നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷെൻഹുമായുള്ള ഫൈറ്റിനിടയിൽ ഷെൻഡുവിന് പോയിസൺ ഏൽക്കുന്നതിന് മുമ്പ് ഷെൻഹുവയുടെ കയ്യിൽ നിന്ന് അവൻ ആ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വിഷത്തിനുള്ള മറുമരുന്ന് തട്ടിയെടുത്തിരുന്നല്ലോ. അതുപയോഗിച്ച് സിറ്റിയിലെ ആളുകളുടെ ആരോഗ്യമൊക്കെ ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. ഒരു ദിവസം ഷെൻഡുവും യാൻഷിങ്ങും കൂടി തെരുവിലൂടെ വെറുതെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് ആളുകൾ അവന്റെ അടുത്തേക്ക് വന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചതിന് നന്ദി അറിയിക്കുകയും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ചില സമ്മാനങ്ങളൊക്കെ അവന് നൽകുകയും ചെയ്യുന്നു. മുമ്പ് ഷിയാൻഷിയുടെ കൂടെ നിന്ന് തങ്ങളെ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഇപ്പോൾ അവനെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവർ പാഞ്ചിയെ പറ്റി സംസാരിക്കുന്നു. പാഞ്ചി യാൻഷിങ്ങിനോടൊന്ന് യാത്ര പോലും പറയാതെയാണ് സുഗാങ്ങിനൊപ്പം അവിടെ നിന്ന് പോയത്. സെയിന്റസ് ഡെയ്സിയെ അന്വേഷിച്ചുള്ള യാത്രയാണ്, അവൻ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ ഷെൻഡു അവളോട് പറയുന്നു. എന്തായാലും യാൻഷിങ്ങിനോട് പറയാതെ പാഞ്ചി പോയത് ഷെൻഡുവിന് സന്തോഷം തന്നെയാണ്. ഇനിയെങ്കിലും അവൻ മറ്റുള്ളവരുടെ ഭാര്യമാരെ വളച്ചെടുക്കാൻ ശ്രമിക്കാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. യാൻഷിങ്ങിന്റെ അടുത്തേക്ക് നന്നായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഷെൻഡു അത് പറഞ്ഞത്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുവെന്ന് പറഞ്ഞ് യാൻഷിങ് ചുറ്റും നോക്കിയപ്പോൾ ഷെൻഡു ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് എനിക്ക് നന്നായി തണുക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അവനിപ്പോൾ സുഖമില്ലാതൊക്കെ ഇരുന്നിട്ട് എല്ലാം ശരിയായി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ യാൻഷിങ് അവന് തണുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്ന് അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശരിക്കും ഷെൻഡു അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ടും അത് പോരാ, കുറച്ചുകൂടി അടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് അവൻ അവളെ കുറച്ചുകൂടി അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു. ആളുകൾക്ക് കൊടുത്ത സാധനങ്ങളെല്ലാം അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ ചുറ്റി പിടിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും പറ്റാവുന്നത്ര അടുത്ത് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ട് പരസ്പരം നോക്കിക്കഴിഞ്ഞപ്പോൾ ഷെൻഡുവിന് സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ അവളുടെ കവിളിൽ ചെറുതായെന്ന് കിസ് ചെയ്യുന്നുണ്ട്. യാൻഷിങ് നാണം കൊണ്ട് അവിടെ നിന്ന് പിന്മാറാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് തണുക്കുന്നുവെന്ന് അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. ഇനി ഇങ്ങനെ എന്നെ കളിയാക്കരുതെന്ന് പറഞ്ഞ് യാൻഷിങ് അവൻ്റെ കവിളിൽ ചെറുതായെന്ന് കിസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവർക്കിടയിലെ റൊമാൻസ് ഇങ്ങനെ ചെറുതായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അവിടെ നന്നായി മഞ്ഞ് പെയ്യുന്നുണ്ട്. ആ സമയത്ത് യാൻഷിങ് പുറത്തേക്ക് ഇറങ്ങി മഞ്ഞിൽ കളിക്കാനായി ഷെൻഡുവിനെ കൂടി അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുറേ സമയം മഞ്ഞിൽ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ തൽക്കാലം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.